ഹലോ എവരി വൺ, വെൽക്കം ടു CC ടെക്നിക്കൽ PSC. അപ്പോൾ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എക്സാം ഏപ്രിൽ 12-നാണ്. എല്ലാവരും ഓരോ കാര്യങ്ങൾ ഓരോ മൊഡ്യൂളുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് വെറക്റ്റർ ഡയോഡ്, സാധാ ഡയോഡ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഡയോഡ്. ഈ വെറക്റ്റർ ഡയോഡിനെ കുറിച്ച് നമുക്കൊന്ന് സിലബസിലുള്ളൊരു ടോപ്പിക്കാണ്. വാട്ട് യു മീൻ ബൈ വെറക്റ്റർ ഡയോഡ്സ്? ഓക്കെ, അതെന്താ നമുക്കൊന്ന് നോക്കാം. എന്താണ് അയാളുടെ പ്രവർത്തനം, എന്താണ് അയാളുടെ സിമ്പൽ ഒക്കെ നമുക്ക് നോക്കാം. So the diode whose internal capacitance varies with the variation of the reverse voltage, such type of diode is known as varactor diode. അപ്പോൾ varactor diode എന്ന് പറയുന്നത് എന്താണ്? Diode whose internal capacitance എങ്ങനെ വേരി ചെയ്യണത്? വിത്ത് വേരിയേഷൻ ഓഫ് റിവേഴ്സ് വോൾട്ടേജ് വേരി ചെയ്യുന്നതനുസരിച്ചിട്ട് ഇന്റേണൽ കപ്പാസിറ്റൻസ് വേരി ചെയ്യുന്ന ഡയോഡുകൾ നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് നോൺ ആസ് വെറക്റ്റർ ഡയോഡ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ചാർജ്. അതിൽ യൂസ് ചെയ്യുന്നത് കപ്പാസിറ്റർ, നമ്മുടെ കപ്പാസിറ്റേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? സോ വെറക്റ്റർ ഡയോഡ്സ് ദേ ആർ ഓൾസോ യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ദ ചാർജസ്. ഓക്കെ, the varactor diode always work in reverse bias. So it's an important idea related to exam point of view. ഒരു നമുക്കൊരു MCQ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. വെറക്റ്റർ ഡയോഡ് എപ്പോഴും ആക്ട് ചെയ്യുക എങ്ങനെയാണ്? റിവേഴ്സ് ബയസിങ് കണ്ടീഷനിലാണ്. അപ്പോൾ റിവേഴ്സ് ബയസിങ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി വി വോണ്ട് ടു നോ വാട്ട് ഈസ് ഫോർവേഡ് ബയസിങ് കണ്ടീഷൻ അല്ലേ? നമുക്കൊരു എന്താ പറയുക, ഡയോഡിന് ഒരു പോസിറ്റീവ് ടെർമിനലും ഉണ്ടായിരിക്കും, ഒരു നെഗറ്റീവ് ടെർമിനലും ഉണ്ടായിരിക്കും, നമുക്ക് അറിയുന്നതാണ്. ആ പോസിറ്റീവ് ടെർമിനൽ നമ്മൾ സെല്ലിൻ്റെ അല്ലെങ്കിൽ ബാറ്ററിയുടെ പോസിറ്റീവിലോട്ടും നെഗറ്റീവിലോട്ടും കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ദ ഡയോഡ് ഈസ് സെറ്റ് ടു ബി ഫോർവേഡ്ലി ബയസ്ഡ് അല്ലേ? തിരിച്ചാണ്. അതായത് നമുക്ക് ഡയോഡിന്, നമ്മുടെ സാധാ ഡയോഡാണ് വരയ്ക്കുന്നത്, ഡയോഡിന് ഒരു പോസിറ്റീവ് എൻഡും ഉണ്ട്, ഒരു നെഗറ്റീവ് എൻഡും ഉണ്ട്. പോസിറ്റീവ് എൻഡ് ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ സെൽ ഓർ ബാറ്ററി ആൻഡ് ദ നെഗറ്റീവ് ടെർമിനൽ ഈസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് terminal of the cell or battery. തിരിച്ചാണ് കണക്ഷൻ എങ്കിൽ then we say the diode is said to be reversely biased. The name itself is actually symbolizing what is actually happening in the diode. Le positive, negative, reverse, negative, positive. So that is what meant by reverse biasing condition, and it is a voltage dependent semiconductor device. So this varactor diode is actually what type of semiconductor device? It is a voltage dependent semiconductor device. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഒരു 3 ക്വസ്റ്റ്യൻ കിട്ടിട്ടോ. So this varactor diode is meant for storing the charge. Okay, it is working in the reverse biasing condition. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് സെമി കണ്ടക്ടർ ഡിവൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ MCQs അല്ലെങ്കിൽ PSC എക്സാമുകൾ MCQ വെച്ച് ചോദിക്കും, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന എക്സാമുകൾക്ക് നമ്മൾ ഇങ്ങനെ വേണം ആക്ച്വലി എന്ത് ചെയ്യാൻ, പഠിക്കാൻ. ഈ ഒരു ഭാഗത്ത് നമ്മൾ എങ്ങനെ നമ്മളെ അതിൽ അസസ് ചെയ്യും അവർ എന്ന് നമ്മൾ മനസ്സിൽ ഓർത്തിട്ട് വേണം ഇങ്ങനത്തെ കണ്ടീഷൻസ് എല്ലാം നമ്മൾ പഠിക്കാൻ. ഓക്കെ, ദെൻ the voltage dependent device means the output of the diode is depending on their input voltage. So നമ്മൾ പറഞ്ഞു this varactor diode is a voltage dependent device എന്ന്. എന്താണ് ഈ വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് ഡിവൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അയാളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒറ്റ ഫാക്ടറിൽ മാത്രമേ ഉള്ളൂ, അയാളുടെ ഇൻപുട്ട് വോൾട്ടേജ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻപുട്ട് വോൾട്ടേജ് ആണ്. സച്ച് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് ദ ഡയോഡ്. ദിസ് varactor diode is a voltage dependent device. ഓക്കെ, പിന്നെ വെറക്റ്റർ ഡയോഡിനെ വിളിക്കുന്ന വേറൊരു പേര്, നമുക്ക് ഇതും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഐഡിയ ആണ്. അതായത് ഗിവൺ ആയിട്ടുള്ള 1, 2, 3, 4 ഓപ്ഷൻസിൽ ഏതാണ് വെറക്റ്റർ ഡയോഡ് എന്ന് ചോദിക്കാം. സോ വെറക്റ്റർ ഡയോഡ് ഈസ് ഓൾസോ നോൺ ആസ് വേരി ക്യാപ്പ്, വോൾട്ട് ക്യാപ്പ്, വോൾട്ടേജ് വേരിയബിൾ കപ്പാസിറ്റൻസ് and tuning diode. These are the other names of the varactor diode. So 1, 2, 3, 4. It is known as varicap, it is known as volt cap, it is known as voltage variable capacitance, it is known as tuning diode. Okay, ano? This varactor diode is otherwise known as in these 4 forms. Okay, then what is the symbol of the varactor diode? So നമുക്ക് സാധാ ഡയോഡ് നമുക്കറിയാം, സാബ ഡയോഡ് ഈസ് ആക്ച്വലി എ പോസിറ്റീവ് നെഗറ്റീവ്. ഇനി അതിൻ്റെ കൂടെ ഒരു വളഞ്ഞ ഒരാളും കൂടി ഉണ്ട്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ റെപ്രസെൻറ്റ് ചെയ്യുന്ന ദർ ഈസ് എ കേർവ്ഡ് റീജിയൻ, ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് പോലെ ഒരാളും കൂടി ഉണ്ട് നമ്മുടെ വെറക്റ്റർ ഡയോഡിൻ്റെ സിമ്പിളിൽ. സോ ദിസ് ഈസ് ആക്ച്വലി ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡയോഡ്. ആ ഡയോഡ് റെപ്രസെൻറ്റേഷനിൽ ദർ ഈസ് അനദർ എ കേർവ്ഡ് റീജിയൻ. ഡയോഡ് ഈസ് ഹാവിങ് എ പോസിറ്റീവ് റീജിയൻ ആസ് വെൽ ആസ് എ നെഗറ്റീവ് റീജിയൻ. ഓക്കെ, സോ ദർ ഈസ് extra fitting representing the parallel plate capacitor. This is a symbol of a varactor diode. This also may be asked as a question അല്ലേ? ഒരു ചെറിയ ഫിഗർ കൊടുത്ത് ഇത് തന്നിരിക്കുന്നത് ഏത് ആരുടെയാണ് ഡയഗ്രാം എന്ന് നമ്മൾ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ദിസ് ആക്ച്വലി എ സിമ്പിൾ ഓഫ് ദ varactor diode. ഓക്കെ ആണോ? ദെൻ
സോ April 12th നമ്മുടെ എക്സാം ആവാറായി. ഏകദേശം ഇപ്പോൾ നമ്മൾ മാർച്ച് അല്ലേ, ഫെബ്രുവരിയിലാണ്. സോ മാർച്ച് ഏപ്രിൽ കുറച്ച് മാസങ്ങളും കൂടെ ഉള്ളൂ. ലാസ്റ്റ് സമയങ്ങളൊക്കെ നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി വെക്കണം. കണ്ടന്റുകൾ, അതായത് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിൻ്റെ സിലബസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു നല്ലൊരു കണ്ടന്റുള്ള ആക്ച്വലി ഒരു എക്സാമാണ്. ഒരുപാട് സിലബസുകൾ, പക്ഷേ ഡീപ്പായിട്ട്, അതായത് ഓരോ കണ്ടന്റ് നമുക്ക് ഡീപ്പായിട്ട് പഠിച്ചു പോകാനുള്ളൊരു സമയമൊന്നും നമുക്ക് ഇനിയില്ല കയ്യിൽ. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ രസമാണ്, പക്ഷേ എന്നിരുന്നാലും ഇനി നമുക്ക് അങ്ങനെ ഓരോ കണ്ടന്റും, കാരണം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് മൊഡ്യൂളൊക്കെ ഒരുപാട് പാർട്ട് 1, പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി ആയിട്ട് പറഞ്ഞിട്ട് കുറേ കണ്ടന്റുകൾ അവർ നിറച്ചിട്ടുണ്ട് ആ സിലബസിൽ. അപ്പോൾ ഒരു വാസ്റ്റ് റീഡിംഗ് ആണ് ആവശ്യം. ഈച്ച് ആൻഡ് എവറി ടോപ്പിക്ക് ടച്ച് ചെയ്ത് പോയി. ഇപ്പോൾ ഇതുപോലത്തെ ഇപ്പോൾ വേറെ ഡയോഡ് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഇതിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്കത് ആ ഒരു 1 മാർക്ക് നമ്മുടെ പോയി, നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് താഴെ പോയി കിടക്കും അല്ലേ. സോ ഒരു വാസ്റ്റ് റീഡിംഗ് ഉള്ള സമയം കൊണ്ട് മാക്സിമം കണ്ടന്റുകൾ മനസ്സിരുത്തി ഉള്ള സമയം കൊണ്ട് മാക്സിമം വായിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇനി ചെയ്യാവുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്. സോ നിങ്ങളെ അസസ് ചെയ്യാൻ വേണ്ടി, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഈച്ച് ആൻഡ് എവറി ടോപ്പിക്ക് 1, 2, 3 മൊഡ്യൂളുകൾ, അതായത് 10 മൊഡ്യൂൾസ് വരെ തിരിച്ച് കറക്റ്റ് കണ്ടന്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീഡിയോസ്, റെക്കോർഡഡ് വീഡിയോസ്, അതുപോലെ തന്നെ ഓരോ വീഡിയോയിലും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള MCQs ഉണ്ട്, നോട്ട്സും അവൈലബിൾ ആണ്. പിന്നെ പേഴ്സണൽ മെൻറ്റർഷിപ്പ് ഉണ്ട്. യു ക്യാൻ അസസ് എനി ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോട് നേരിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ അവൈലബിൾ ആണ്. നമുക്ക് ഈ എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ യു ക്യാൻ കോൾ ടു ദ നമ്പർ 8089200474. ഓക്കെ. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറക്റ്റർ ഡയോഡിനെ കുറിച്ചിട്ടാണ്. What is a formula giving the capacitance of the, so it is actually using for storing the charges അല്ലേ. അതുകൊണ്ട് ദ ഫോർമുല ഗിവ്സ് ദ കപ്പാസിറ്റൻസ് ഓഫ് ദ വെറക്റ്റർ ഡയോഡ്. വെറക്റ്റർ ഡയോഡിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഫോർമുലയാണ് എപ്സിലോൺ A ഡിവൈഡഡ് ബൈ W. സോ ഈ എനി ഇക്വേഷൻ എന്നല്ല, ഏതൊരു ഇക്വേഷൻ നമ്മൾ ഫിസിക്സിൽ എഴുതുമ്പോഴും അതിന് ഓരോ ടേംസും എന്താണെന്ന് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്നിരുന്നാലും നമുക്ക് അറിഞ്ഞോ അല്ലെങ്കിൽ നമുക്കറിയോ എന്നുള്ളതും അതുപോലെ തന്നെ നമ്മളെ അസസ് ചെയ്യുന്ന ഒരാൾക്ക് അറിയോ എന്നുള്ളതും നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. സോ വാട്ട് ഈസ് ആക്ച്വലി എപ്സിലോൺ? എപ്സിലോൺ ഈസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ദ സെമി കണ്ടക്ടിങ് മെറ്റീരിയൽ. സോ ഹൗ ഈസിലി ഇറ്റ് ഈസ് പെർമിറ്റിംഗ് ദ ഫിനോമിനൻ. സോ ദറ്റ് ഈസ് എപ്സിലോൺ. ഇറ്റ് ഈസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ദ സെമി കണ്ടക്ടർ മെറ്റീരിയൽ. A ഈസ് ദ ഏരിയ ഓഫ് ദ PN ജംഗ്ഷൻ ആൻഡ് W ഈസ് ദ വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ. So that's actually the equation representing the capacitance of the varactor diode. It is representing CT. CT is equal to epsilon A. A is the area of the PN junction divided by W. That is the width of the depletion region. Okay. So, what are the characteristics of varactor diode? The graph shows that when the reverse bias voltage increases, the depletion region increases and the capacitance of the diode reduces. So, the graph is representing when the reverse bias voltage is increasing. What is happening to depletion region? It is actually increasing and the capacitance of the diode decreases. നമുക്ക് നോക്കാം. So, this is a graph representing in the x-axis it is reverse bias in voltage and in the y-axis it is capacitance in the picofarad. Okay. So this is actually the characteristic curve representing the varactor diode. And how the varactor diode is acting in the tuning circuit. ഒരു varactor diode ഒരു ട്യൂണിംഗ് സർക്യൂട്ടിൽ എങ്ങനെയാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക, കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ സർക്യൂട്ടിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദർ ആർ 2 varactor diodes, D1 as well as D2. There is a resistor and the input voltage is given, or input is given through a supply voltage here representing. So there is a RL is also representing. So that is how this varactor diode is acting in a, or എങ്ങനെയാണ് ഒരു varactor diode ഒരു ട്യൂണിംഗ് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ representation ആണ് കൊടുത്തിരിക്കുന്നത്. Okay. And in this circuit what do you actually, the frequency F0 is equal to 1 by 2 pi root of L into C into T, and CT is actually C1 C2 divided by C1 plus C2. So how this varactor diode is acting in a tuning circuit is actually depicted in the diagram. So what do you mean by varactor diode? What are the different names of the varactor diode and how this varactor diode is acting? Reverse bias condition അയാൾ ആക്ട് ചെയ്യുക, അതിൽ സ്റ്റോർ ചെയ്യാൻ, നമ്മുടെ ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി അയാൾ യൂസ് ചെയ്യുക. ഇങ്ങനത്തെ കുറച്ച് നമ്മുടെ varactor diode കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയാസാണ് റെപ്രസെൻറ്റ് ചെയ്തത്. ഇങ്ങനെ ഇതുപോലെ നമ്മുടെ ഓരോ സിലബസിലുള്ള ഓരോ ഈച്ച് ആൻഡ് എവറി ടോപ്പിക്സിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ട്, ഇത് ജസ്റ്റ് റെപ്രസെൻറ്റേഷൻ, ഒരു ക്യാപ്സ്യൂൾ പോലത്തെ ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ ആപ്പിൽ അവൈലബിൾ ആണ്. സോ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർ CCയിലേക്ക് വിളിക്കുക. താങ്ക് യു.